ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം. മനസ്സ് സ്വസ്ഥാവും ഇവിടെ സ്വാമിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ. നാവില്ലാതുള്ളോരും നാമം ആടാനും പാടാനും അയ്യപ്പൻ കൂടു അമ്പലമേട്ടി കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ചെറുത് ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമ്മുടെ ഫോട്ടോ വെച്ചോ നമ്മുടെ അതായത് റിലേറ്റീവായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പ്രോജക്റ്റ് യൂസ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയും കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് ടെലിഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പിലും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അലൈറ്റ് മോഷൻ എടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് 9.16 ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആദ്യം സോങ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഔട്ട്പുട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഔട്ട്പുട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം മീഡിയ ചെന്നിട്ട് നമ്മുടെ ഔട്ട്പുട്ട് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യുക. ഔട്ട്പുട്ട് ആഡ് ചെയ്ത ശേഷം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീഡിയോയും ഓഡിയോയും രണ്ടാം ലഭിക്കുന്നതാണ്. വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം ഇതിനകത്ത് ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കണം. അതായത് നമ്മൾ എവിടെ വെച്ചാണ് ഫോട്ടോസുകൾ ആഡ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ ഡയലോഗുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എഴുതി കൊടുക്കാനായിട്ട് ബീറ്റ് മാർക്ക് ഇടുവാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. ഞാൻ കംപ്ലീറ്റ് ബീറ്റ് മാർക്ക് ഇട്ട ശേഷം ആ ടൈമും കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇതുപോലെ ഓരോ ടൈം പോകുന്നു, അതായത് ഓരോ ഇവിടെ വെച്ച് കട്ടാവുന്നതനുസരിച്ച് ഇങ്ങനെ ആ ടൈം പോകുന്നത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെഡ് ലൈൻ വീഴുന്നതാണ് ബീറ്റ് മാർക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ എൻഡ് വരെ ചെയ്യുക. സ്റ്റാർട്ടിങ് മുതൽ 3 സെക്കൻഡ് 11 മില്ലി സെക്കൻഡ് സ്റ്റാർട്ടിങ് മുതൽ പറയാം. 1 സെക്കൻഡ് 18 മില്ലി സെക്കൻഡ്, 3 സെക്കൻഡ് 11 മില്ലി സെക്കൻഡ്, 6 സെക്കൻഡ് 0.6, 9 സെക്കൻഡ് 16 മില്ലി സെക്കൻഡ്, 14 സെക്കൻഡ് 24, 17 സെക്കൻഡ് 19, 20 സെക്കൻഡ് 27 മില്ലി സെക്കൻഡ്, 23, 12, 26, 20, 29, 05, 32, 13, 34, 27 ഇത്രയും ബീറ്റ് മാർക്കുകളാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതുപോലെ ടൈം കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് ആദ്യത്തെ ഡയലോഗ് നമുക്ക് എഴുതി കൊടുക്കണം. അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് എടുത്തിട്ട് മലയാളം ആയതുകൊണ്ട് ഇവിടെ എഴുതി കൊടുക്കരുത്. കോഡ് എഫ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്ത് മലയാളം കീബോർഡ് ഉപയോഗിച്ച് ഫസ്റ്റിലത്തെ ലാലേട്ടൻ പറയുന്ന ഡയലോഗ് കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക. എഴുതി കൊടുത്ത ശേഷം അത് കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് നമ്മൾ അലൈറ്റ് മോഷൻ എടുക്കുക. ഇവിടെ വന്നിട്ട് ആ കോഡ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന അലൈൻമെൻറ്റ് സെൻറ്ററിൽ കൊടുക്കുക. ഈ ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കളർ പ്യുവർ വൈറ്റ് ആക്കി തന്നെ കൊടുക്കുക. 18bit ആവശ്യാനുസരണം സൈസും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുക്കുക. പറഞ്ഞ് മനസ്സിലായല്ലോ. അതിനുശേഷം അതിൻ്റെ ലെങ്ത് കംപ്ലീറ്റ് ഡയലോഗ് തീരുന്ന സ്ഥലമുണ്ടല്ലോ 3 സെക്കൻഡ് 11 മില്ലി സെക്കൻഡ് വരെ എത്തിക്കുക. അതിനുശേഷം ഇടയ്ക്ക് രണ്ടായിട്ട് ഡയലോഗ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക. രണ്ടാമത്തെ ഡയലോഗ് എഡിറ്റ് ടെസ്റ്റ് എടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് കോഡ് എഫ് എൽ എടുക്കുക. ഇവിടെ വന്നത് രണ്ടാമത്തെ ഡയലോഗും കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. പറഞ്ഞ മനസ്സിലായല്ലോ. ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക. അത് കോപ്പി എടുത്തിട്ട് അലൈറ്റ് മോഷൻ എടുക്കുക. ഇവിടെ വന്നിട്ട് കോഡ് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് ഇതിനകത്ത് എഫക്റ്റുകൾ കൊടുക്കണം. ആദ്യത്തെ ടെക്സ്റ്റ് മാത്രം കൊടുത്താൽ മതി. അതിനായിട്ട് ടെക്സ്റ്റ് ആദ്യത്തെ യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നമ്മൾ എഫക്റ്റ് എടുത്തിട്ട് ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യം നമ്മൾ കൊടുക്കുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ റേ RAY എന്ന് കൊടുക്കുക. റേ എന്ന് കൊടുക്കുന്ന റേസ് എന്ന് പറഞ്ഞ എഫക്റ്റ് കാണാൻ സാധിക്കും. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്ത ശേഷം അതിനകത്ത് ലെങ്ത് കാണുന്നു. ലെങ്ത് അതൊന്ന് കുറച്ച് കൂട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ റേയുടെ എഫക്റ്റ് വരുന്ന കാണാൻ സാധിക്കും. ഞാനിവിടെ ഒരു 50 കൊടുക്കുന്നുണ്ട്. 50 കൊടുത്ത ശേഷം അതിനകത്ത് ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്ന സെൻറ്റർ കാണുന്നുള്ളൂ. സെൻറ്റർ എന്ന് പറയുന്നത് സെൻറ്ററിനകത്ത് എക്സ് സെലക്ട് ചെയ്യുക. സെൻറ്ററിനകത്ത് എക്സ് സെലക്ട് ചെയ്ത ശേഷം ആദ്യം നമ്മൾ അതിൻ്റെ വാല്യൂ ഒരു -95 ആക്കി കൊടുക്കുക. -95 ആക്കി കൊടുത്ത ശേഷം അതിനുശേഷം ഒരു കീ സിമ്പിളുണ്ട്. 95 ആക്കിയിട്ട് മൈനസ് ആക്കിയ ശേഷം ഒരു കീ സിമ്പിൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ വാല്യൂ മൈനസ് ഇല്ലാത്ത +100 ആക്കി കൊടുക്കുക. റൈറ്റ് സൈഡിലൂടെ ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്താൽ മതി, 100 ആകുന്നതായിരിക്കും.
ആ കീ സിമ്പിൾ ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലും കൊടുക്കുക. ആദ്യത്തേത് -95 ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡ് കൊടുക്കുന്ന 100 റൈറ്റ് സൈഡിലും കറക്റ്റായിട്ട് കൊടുക്കുക. ഇത്രയും മാത്രം കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞാൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുത്താൽ മതി. മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുത്ത് സൂം ഇൻ സൂം ഓപ്ഷൻ കൊടുത്താൽ മതി. മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. അത് ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക. അതിനുശേഷം സ്റ്റാർട്ടിങ് കൊടുക്കുന്ന കീ സിമ്പിൾ മാക്സിമം സൂം ഇൻ ആക്കി കൊടുക്കുക. ഇതുപോലെ മാക്സിമം സൂം ഇൻ ആക്കി കൊടുത്ത ശേഷം ഇതിനകത്ത് നമ്മൾ ഗ്രാഫ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്രാഫ് സിമ്പിൾ ലെഫ്റ്റ് സൈഡിലുണ്ട് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഗ്രാഫ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് നമ്മളൊരു മോഷൻ ബ്ലറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. കാണുന്നുണ്ടല്ലോ, ബാക്ക് അടിക്കുക. അതിനുശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതിനകത്ത് നമുക്ക് മോഷൻ ബ്ലറും അതുപോലെ തന്നെ ഫേഡ് ഇൻ ഫേഡ് ഔട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ആഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം M1 സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മോഷൻ ബ്ലർ എന്ന് പറഞ്ഞാൽ എഫക്റ്റ് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഫേഡ് ഇൻ ഫേഡ് ഔട്ട് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. FAD എന്ന് കൊടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്ത ശേഷം അതിനകത്ത് ഫേഡ് ഇൻ 0 ആക്കി കൊടുക്കുക. ഫേഡ് ഔട്ട് ഒരു 30 ആക്കി 30 ആക്കി കൊടുക്കുക. ഇത്രയും മാത്രം കൊടുക്കുക. ഈ 3 എഫക്റ്റും ബാക്കി മൂവ് ആൻഡ് ട്രാൻസ്ഫോമിലും കൊടുത്തു. ഇത്രയും ചെയ്യാൻ നമ്മുടെ ടെക്സ്റ്റ് എഫക്റ്റ് കംപ്ലീറ്റ് ആകുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കോപ്പി ലെയർ എടുത്തിട്ട് നെക്സ്റ്റ് നമ്മൾ ഡയലോഗ് എഴുതിയിരിക്കുന്ന സെക്കൻഡിൽ ലിറിക്സിൽ കൊണ്ടുവന്നിട്ട് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് ആയിരിക്കണം 4 ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കളറും ടൈമും എനേബിൾ ചെയ്ത ശേഷം മാത്രം പേസ്റ്റ് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് സ്റ്റാർട്ടിങ് വരിക. സ്റ്റാർട്ടിങ് വന്ന ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഫിൽ കോമ്പൻസേഷൻ എഴുതി കൊടുക്കുക. അതിൻ്റെ ലെങ്ത് ഡയലോഗ് കംപ്ലീറ്റ് ആകുന്ന സ്ഥലം വരെ എത്തിയിട്ട് എഫക്റ്റ് എടുത്തിട്ട് ആഡ്ഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം സ്റ്റാർ ഫീൽഡ് എന്ന് ടൈപ്പ് കൊടുക്കുക. STR എന്ന് കൊടുക്കുക. അന്നത്തെ സ്റ്റാർ ഫീൽഡ് എന്ന് പറഞ്ഞ എഫക്റ്റ് കാണാൻ സാധിക്കും. 4ാമത് കൊടുത്തിരിക്കുന്നത് സ്റ്റാർ ഫീൽഡ് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്ത ശേഷം ഓഫ്സെറ്റ് കാണും. ഓഫ്സെറ്റ് X ആണ് സെലക്ട് ചെയ്യുന്നത്. ഓഫ്സെറ്റ് X. അതിനായിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് വരിക. സ്റ്റാർട്ടിങ് വന്നിട്ട് ഒരു X സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ എൻഡ് എത്തിയിട്ട് അതിൻ്റെ Xൻ്റെ വാല്യൂ ഒന്ന് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് പുറകിൽ മൂവിങ് കാണാൻ സാധിക്കും. അതിൻ്റെ വാല്യൂ ഒരു 100 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്ത ശേഷം അത് ഡ്രാഗ് ചെയ്തിട്ട് കംപ്ലീറ്റ് അസോക്കിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് ഇതുപോലെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയലോഗിൻ്റെ പുറകിലായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൂടി ആഡ് ആകുന്നതായിരിക്കും. കാണുന്നുണ്ടല്ലോ. ഇനി അടുത്തായിട്ട് നമുക്ക് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. രണ്ടും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 3 സെക്കൻഡ് 11 മില്ലി സെക്കൻഡ് എത്തിയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെന്നിട്ട് നമ്മൾ ഓരോ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ഡ്രാഗ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക. നമ്മൾ ഇട്ടിരിക്കുന്ന ഓരോ ബീറ്റ് മാർക്കിനിടയ്ക്ക്, അതായത് ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പറഞ്ഞ മനസ്സിലല്ലോ. ഇതുപോലെ എൻഡ് വരെയുള്ള നമ്മളെ ബീറ്റ് മാർക്ക് ഇട്ട സ്ഥലത്ത് എൻഡ് വരെ ഫോട്ടോസുകൾ കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കംപ്ലീറ്റ് ഫോട്ടോ ആഡ് ചെയ്ത ശേഷമാണ് ഈ കാണുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് മൂവിങ് എഫക്റ്റൊക്കെ കൊടുക്കണം. അതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്തിട്ട് ഇത് റൊട്ടേഷൻ സെലക്ട് ചെയ്യുക. സൂം ഇൻ സൂം ഓപ്ഷൻ സെലക്ട് ചെയ്യുക. 3ാമത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ കറക്റ്റ് സെൻറ്റർ എത്തിയിട്ട് ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ കീ സിമ്പിൾ ഉണ്ട്, സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് സ്റ്റാർട്ടിങ് വരിക. സ്റ്റാർട്ടിങ് വന്ന ശേഷം അത് സൂം ഇൻ ആക്കി കൊടുക്കുക. കീ സിമ്പിൾ ക്ലിക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ചെയ്താലും കുഴപ്പമില്ല. സ്റ്റാർട്ടിങ്ങിൽ സൂം ഇൻ ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഫോട്ടോ നേരെയാക്കി കൊടുക്കുക. അതിനുശേഷം എൻഡിലും സൂം ഇൻ ആക്കി കൊടുക്കുക. അപ്പം നടുക്ക് മാത്രം സൂം ഒന്നും ചെയ്തില്ല. ലാസ്റ്റിലും സ്റ്റാർട്ടിങ്ങിലും മാത്രം നമ്മൾ കൊടുത്തിട്ടുണ്ട്. കീ സിമ്പിൾ സൂം ഇൻ ആക്കി. അതിനുശേഷം ഇതുപോലെ ഗ്രാഫ് സെറ്റ് ചെയ്ത് കൊടുക്കുക. 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ആ കോപ്പി കർവ് എടുക്കുക. പേസ്റ്റ് ചെയ്ത ശേഷം അത് റിവേഴ്സ് കൊടുക്കുക. 2ാമത് കൊടുത്തിരിക്കുന്നതിനകത്ത് റിവേഴ്സ് കൊടുക്കാൻ മറന്നുപോകലും. അതുപോലെ തന്നെ റൊട്ടേഷൻ എടുക്കുക. റൊട്ടേഷൻ സെൻട്രൽ കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നത് ഒരു +8 ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ എൻഡിൽ കൊടുക്കുന്നത് ഒരു -8 ആക്കി കൊടുക്കുക. ഇത്രയും കൊടുക്കുക. മനസ്സിലായല്ലോ. അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞാൽ എഫക്റ്റ് എടുക്കുക. എഫക്റ്റ് എടുത്തിട്ട് ആഡ്ഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യം ടൈൽസ് എഫക്റ്റ് കൊടുക്കുക. TIL എന്ന് കൊടുക്കുക. TIL എന്ന് കൊടുക്കുന്നത് ടൈൽസ് എഫക്റ്റ്. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്തിട്ട് മിററും കൂടി ഓൺ ആക്കി കൊടുക്കുക. അടുത്തത് മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. M1 കൊടുക്കുക.
M1 കൊടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ 2 എഫക്റ്റും കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് വേവ് വാപ്പ് എന്ന് പറയുന്ന എഫക്റ്റാണ്. അതിനായിട്ട് അത് സെലക്ട് ചെയ്യുക. ആ എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ സെർച്ച് ബാറിൻ്റെ അവിടെ WAV എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേവ് വാപ്പിൻ്റെ എഫക്റ്റ് കാണാൻ സാധിക്കും. വേവ് വാപ്പ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്ത ശേഷം വീണ്ടും സെലക്ട് ചെയ്യുന്നത് ഫേസ് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. ആ ഫോട്ടോയുടെ എൻഡ് എത്തിയിട്ട് അതിൻ്റെ വാല്യൂ ഒരു 2.0 ആക്കി കൊടുക്കുക. കറക്റ്റായിട്ട് 2.0 ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ താഴെയായിട്ട് മാഗ്നിറ്റ്യൂഡ് കാണാൻ സാധിക്കും. മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ കുറയ്ക്കുക. ഏകദേശം ഒരു കുറച്ച് മാത്രം കൊടുക്കുക. 2 മാത്രം കൊടുത്താൽ മതി. 0.2 കൊടുക്കുക. ഇത്രയും മാത്രം കൊടുക്കുക. പറഞ്ഞ് മനസ്സിലായല്ലോ. അതിനുശേഷം ഈ എഫക്റ്റ് മുഴുവൻ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കോപ്പി ലെയർ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് ചെയ്യുക. ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കളറിൻ്റെ ടൈം എനേബിൾ ആക്കിയ ശേഷം മാത്രം പേസ്റ്റ് ചെയ്യുക. ഫോട്ടോ നേരെ അല്ലെങ്കിൽ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് മാത്രം നേരെ കൊടുക്കുക. ബാക്കി എല്ലാ ഫോട്ടോയിലും ക്ലിക്ക് ചെയ്യുക. ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ കംപ്ലീറ്റ് ഫോട്ടോയ്ക്കും പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക. ഇൻഡ് വരെയുള്ള എല്ലാ ഫോട്ടോയ്ക്കും. അതിനുശേഷം നമുക്കിനി ലിറിക്സ് ഇരുന്ന് കാണാനായിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് നമുക്ക് താഴെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഫോട്ടോസൊക്കെ തുടങ്ങുന്ന സമയമുണ്ടല്ലോ 3 സെക്കൻഡ് 11 മില്ലി സെക്കൻഡ് എടുത്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡ്രാഗ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെക്കുക. താഴെ കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. വെച്ച ശേഷം നമുക്ക് അതിനകത്ത് കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. അതിന് മുമ്പായിട്ട് അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക. കംപ്ലീറ്റ് എഫക്റ്റും കൊടുത്ത ശേഷം കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്ത ശേഷം മൂന്നാമത് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഒരു സ്റ്റിക്ക് കാണാൻ സാധിക്കും. ഈ സ്റ്റിക്ക് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെക്കുക. താഴെ ബ്ലാക്കും മുകളിൽ വൈറ്റും ആകുന്ന രീതിയിൽ കറക്റ്റായിട്ട് ആ സ്റ്റിക്ക് നേരെ വെച്ച ശേഷം ആ കളർ തന്നെ താഴെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് വൈറ്റ് കളർ സെലക്ട് ചെയ്തിട്ട് ഈ സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം സ്റ്റിക്ക് മുകളിലോട്ട് ഡ്രാഗ് ചെയ്യുന്നത് താഴെ നിന്നുള്ള ഷെയ്ഡ് നമുക്ക് കയറി വരുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം ലിറിക്സ് എഴുതി കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഡയലോഗിൽ എഴുതി കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ടെക്സ്റ്റ് ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്തിട്ട് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലെയർ സെലക്ട് ചെയ്യുക. കോപ്പി ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ലിറിക്സ് വരേണ്ട സ്ഥലമുണ്ടല്ലോ 3 സെക്കൻഡ് 11 മില്ലി സെക്കൻഡ് എത്തിയിട്ട് ഇവിടെ മുതൽ ലിറിക്സ് വരേണ്ട ഇവിടെ വന്നിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക. പേസ്റ്റ് ലെയർ കൊടുത്ത ശേഷം അതിൻ്റെ ലെങ്ത് നമുക്ക് കംപ്ലീറ്റ് ലിറിക്സ് ബീറ്റ് മാർക്ക് വരെ എത്തണമല്ലോ. ഇവിടം വരെ എത്തിയിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം കംപ്ലീറ്റ് ആയിട്ട് ലെങ്ത് എത്തിക്കുക. കംപ്ലീറ്റ് അല്ലാതെ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. അതിനുശേഷം നമുക്കിതിനകത്ത് ഈ ടെക്സ്റ്റിന് എഫക്റ്റ് കൊടുക്കണമല്ലോ. അത് നമുക്ക് ഫോട്ടോയുടെ എഫക്റ്റ് തന്നെ കൊടുത്താൽ മതി. അതിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ എഫക്റ്റ് മുഴുവൻ കോപ്പി ഇടുക. അത് ടെക്സ്റ്റ് നമ്മൾ എഫക്റ്റ് കൊടുക്കാൻ പോവുകയാണ്. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കോപ്പി ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ടെക്സ്റ്റ് എടുത്ത ശേഷം ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് ഐക്കൺ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഇതിനകത്ത് കളറിൻ്റെ ടൈം എനാബിൾ ആക്കിയിട്ട് പേസ്റ്റ് കൊടുക്കുക. അതിനുശേഷം അതിനകത്ത് എഫക്റ്റ് എടുത്തിട്ട് ആ ടൈൽസ് എഫക്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയുക. ലെഫ്റ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. അതിനുശേഷം ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുക. ഇത്തരം ചെയ്യാൻ നമുക്ക് ആ ടെക്സ്റ്റ് എഫക്റ്റും അവിടെ ലഭിക്കുന്നതാണ്. അതിനുശേഷം ഇത് എഡിറ്റ് ചെയ്യണമല്ലോ. ഡയലോഗിൻ്റെ ഇതായിരിക്കും കിടക്കുന്നത്. എഡിറ്റ് ടെസ്റ്റ് എടുത്തിട്ട് ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് കോഡ് ഓഫ് എം എൽ എടുത്തിട്ട് ഫസ്റ്റത്തെ ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. ആ കോഡ് എടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പറഞ്ഞ് മനസ്സിലായല്ലോ. ടിക്ക് മാർക്ക് കൊടുക്കുക. വീണ്ടും അവിടെ നിന്ന് കോപ്പി എടുക്കുക. നെക്സ്റ്റ് സ്ഥലത്ത് വന്നൊരു പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഇതെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ടെസ്റ്റ് എടുക്കുക. സെക്കൻഡ് ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. ഇത്രയും ചെയ്യാൻ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാതെ പോലെ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിനകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.